അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ ഒന്ന് പറയാം, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ പി ജി, അതായത് ഋതുൽ ദാസിനെ തങ്കച്ചൻ പി ജി, അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ, അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുനെയോ, അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്ക് ആരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽ ദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവർ 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അവനാകെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര് ഞാൻ ഇന്നത് അറിഞ്ഞു. എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകാൻ. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല. ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. നമ്മുടെ നോബൽ ഫിലിപ്പ് അമ്പലവലി ബിഷപ്പ് അതൊക്കെ ഒരു പ്രീസ്റ്റ് ആണ്. എന്നെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂല് പറഞ്ഞു. സോ അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നത് നിങ്ങളൊരു കാര്യമായി മനസ്സിലാക്കണം. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. അദ്ദേഹം എന്തും ആകട്ടെ, എന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ, കുറച്ച് ബ്ലോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ, ഞങ്ങൾ രണ്ടും ഇന്നീ നിമിഷം വരെ നേർക്കുനേരെ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേർക്കുനേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. എല്ലാം മറന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി ദൈവമേ ആ കൊച്ചിന്റെ അസുഖം മാറ്റണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ദൈവ പുരുഷനാണ്. ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നത് പ്രാർത്ഥിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിച്ചു. ഇനിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഇന്നും വന്ന് പ്രാർത്ഥിച്ചു. എനിക്കതെന്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ കുറ്റം പറയരുത്. അദ്ദേഹം ഒരു വീട് കൊടുത്തെന്നല്ലാതെ അദ്ദേഹം വേറൊരു തെറ്റും ചെയ്തില്ല. അതിനു വേണ്ടിയിട്ട് ഒരുപാട് അദ്ദേഹം കേട്ടു. ഈ ഒരു കൊല്ലം സുധീർ 2 മക്കൾക്ക് വീട് കൊടുത്ത ആ ഒരു കുറ്റമല്ലാതെ, കുറ്റം തന്നെ പറഞ്ഞു. കാരണം അതുപോലായിരുന്നു പ്രശ്നങ്ങൾ മുഴുവൻ. അതോടുകൂടി അദ്ദേഹത്തിന്റെ മനസ്സമാധാനം പോയെന്നാണ് എനിക്ക് ഒരു വിശ്വാസം. കീമോ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടക്കെ കിടന്നുകൊണ്ടാണ് ICU പോകുന്നതിന് തലേന്നൊരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ അതിനും കുറ്റം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടക്കെ കിടന്നെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം എന്ത് വീഡിയോ ഇട്ടാലും അല്ലെ അവൾ ക്യാൻസർ രോഗിയല്ലേ, അവൾക്ക് സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്, അവിടെ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ് നമ്മൾ, എപ്പം വേണം നമുക്ക് എന്ത് വേണം സംഭവിക്കാം. ഹലോ. ഓഹോ, ഇപ്പൊ ഒരു ഇന്റർ തന്നെ എത്ര നേരം അങ്ങ് പോയി. ഓക്കെ, ആ ഒരു വീഡിയോ ഫുൾ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. രാവിലെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ വന്നിട്ട് ഞാൻ ഇച്ചിരി ചൂടായിട്ടാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, പിന്നെ വട്ടാണോ ഭ്രാന്താണോ എന്നൊക്കെ ആൾക്കാരൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് എനിക്ക് ഇത്ര വിയർപ്പ്, എന്താ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടെന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത്. അതിന് കുറച്ച് സമയം കൂടെ മാത്രം സമാധാനം കൊടുക്കുക എല്ലാവരും കൂടെ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. എനിക്ക് സോഷ്യൽ മീഡിയ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാമല്ലോ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ അവരെ വിമർശിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് എനിക്കും കുറച്ച് കാര്യത്തിലൊക്കെ ന്യായം തോന്നിയിട്ടുണ്ട്. ആ ന്യായങ്ങളെ ഞാൻ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ നിന്ന് തുടക്കം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ രേണുസുതി മരിച്ചു പോട്ടെ. കാരണം അങ്ങനെങ്കിലും ഇത് തീരുമല്ലോ. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും ഇട്ട ഒരു കമന്റാണ്, ഡാനി നിന്റെ നാക്ക് പൊന്നാവട്ടടാ, അത് അതുപോലെ തന്നെ സംസാരിക്കട്ടെ. ഞാൻ എന്നിട്ട് ഈ ഒരുപാട് എങ്ങനെ പോയാലും ഒരു 60 പേരോളം കമന്റ് ഇട്ടു. ഫേസ്ബുക്കിലും ഈ പറയുന്ന യൂട്യൂബിലാണെങ്കിൽ പോലും കമന്റ് ഇട്ടൊരു കാര്യമാണെങ്കിൽ അവൾ മരിക്കട്ടെ എന്ന്. ഞാൻ ഇവരെയൊക്കെ പ്രൊഫൈലൊക്കെ പോയി നോക്കിയപ്പം അവർക്കും ഉണ്ട്, കൊച്ചു മക്കളും ഉണ്ട്, അവർ ഓടിക്കളിച്ച് നടക്കുന്നു. വീട്ടിലെ എല്ലാവരും നല്ല ഫാമിലി ആയിട്ടിരിക്കുന്ന നല്ല നല്ല ആൾക്കാരൊക്കെയാണ് കൂടുതലും കമന്റ് ഇടുകയൊക്കെ ചെയ്യുന്നത്. എങ്ങനെങ്കിലും ഈ ശല്യം ഒന്ന് തീർന്നു കിട്ടിയാൽ മാത്രം മതി എന്നുള്ള ആൾക്കാരുടെ കമന്റും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ആലോചിച്ച് ഇതാണോ നമ്മുടെ നാടെന്നുള്ള രീതിയിൽ. ഓക്കെ, ഞാനത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ അതുപോലാണ് ഇവരെ പറയുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ വന്നിട്ട് നിങ്ങളോട് തെളിവ് സഹിതം കുറച്ച് കാര്യങ്ങൾ എനിക്ക് വേണമെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ പറയാം. പക്ഷേ അത് ഞാനല്ല പറയേണ്ടത്. ഇപ്പം അനീഷ് വ്ളോഗ് എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി. മിക്ക ആൾക്കാർക്കും അറിയാം. വിവരമുള്ളവർ അല്ലെങ്കിൽ സാമാന്യ ബോധമുള്ളവന്മാരാണെങ്കിൽ ഇവരൊന്നും പറയത്തില്ല, പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ. പിന്നെ ഇവരുടെ എല്ലാ കള്ളങ്ങളും പൊളിച്ചടക്കി ഒരു പരുവാക്കി നമ്മൾ വിട്ടതാണ്. പണ്ടേ ആ സീൻ വിട്ട കേസുകെട്ടുകളാണ്. സ്വർണ്ണക്കടത്ത്, പെണ്ണുങ്ങളെ കയറ്റി വിടുന്നത്, അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഇവർക്ക് പങ്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ വീഡിയോ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞാൻ ഇന്ന് വന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ്. ഇവർക്ക് 4th സ്റ്റേജാണ്, കാറ്റഗറി C 4th സ്റ്റേജാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും അല്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ വിവരക്കേടുകളൊക്കെ ഞങ്ങളും എന്തോ അസുഖമൊക്കെ ഉള്ളവരാണ്, ഇതൊക്കെ വെറും തട്ടിപ്പാണ്, ഒരു അസുഖമുള്ള ആൾ ഇങ്ങനെ കാണിക്കത്തില്ല. ഞാനൊരു കാര്യം പറയാം. ഇവർക്ക് ഫസ്റ്റ് കീമോ ചെയ്ത സമയത്താണ് ഇവർ ICUലാന്നൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ടോ? ആ സമയത്താണ് ഒരാഴ്ച മുമ്പുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് കിച്ചു സംബന്ധമായിട്ടുള്ള വീഡിയോ ഒക്കെ വരികയൊക്കെ ചെയ്തത്. അപ്പോഴേ എയറിലാണ്. ആ സമയത്ത് ഇവർ കിടപ്പാ ബെഡില്ല. 4-5 ദിവസത്തോളം കിടന്ന് കീമോ ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് വീണ്ടും വയ്യാഴി വരും.
ഇപ്പം ഇന്ന് 10-ാം തീയതി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് ഇനി അവർ കിടപ്പിലായിരിക്കും. ഒന്നാമത്തെ കാര്യം 34 കിലോ ഉള്ളൂ, 30, 32, 33 കിലോ ഉള്ളൂ. അവർക്ക് ആ ഒരു പിടിക്കുന്ന പോലും ഇല്ല, അവർക്ക് ഒന്ന് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്തായാലും ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ. അതാണ് ഏറ്റവും കൂടുതൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമാധാനം. അത് ഇട്ടപ്പം ഡാനിയുടെ നാക്ക് പൊന്നാവട്ടെ എന്ന് പറഞ്ഞ ആൾക്കാർ, ഞാനത് ആലോചിച്ച് നോക്കി. ഞാൻ ഓരോരുത്തരെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ ഈ കമന്റ് ഇടുന്നത് പോട്ടെ 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 എന്ന്. അതും പെണ്ണുങ്ങൾ. അവനവൻ്റെ കുടുംബത്തിൽ ഇതൊക്കെ വരുമ്പോഴേ നീയൊക്കെ പഠിക്കത്തുള്ളൂ. അത്ര എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. പിന്നെ ക്യാഷ് മേടിച്ചുകൊണ്ട് അങ്ങനെ ഒരു സോളി ചന്ദ്രനോ ഒരു നാറി, അവളെ തന്തയ്ക്കാണ് ഞാൻ വിളിച്ചത്. അത് അവൾക്ക് വേണമായിരുന്നു. തന്തയ്ക്കല്ല വിളിക്കേണ്ടത്. ഇനിയും വന്നാൽ ഇനിയും വിളിക്കും ഞാൻ. കാരണം ഇമ്മാതിരി തൊലിഞ്ഞ കമൻറ്റ്. എടാ ഞാൻ കാശ് മേടിച്ചെന്നുള്ള രീതിയിൽ. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. ഇനി നമുക്ക് എന്തായാലും പുള്ളിക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനത് വെച്ച് തരാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്ന് ജീവൻ കളഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുള്ള കാര്യം തന്നെ. അതുള്ള കാര്യങ്ങൾ എല്ലാവരും ആ പറയുന്ന അൻഷാദോ പുള്ളിക്കാരനെ കയറി തെറിയും തന്തയ്ക്കൊക്കെ വിളിച്ച് അവൻ ചുമ്മാതെ പറയുന്നത് അവൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. അല്ല, അവൻ പറഞ്ഞത് തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ. ഞാൻ അത് എൻ്റെ വീഡിയോയിൽ അത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. അത് ആർക്കൊക്കെ വള്ളി കിട്ടും, അത് ആർക്കൊക്കെയാണ് ഈ പ്രശ്നം വരാൻ പോകുന്നത്. അത് ഇങ്ങനെ വല്ലതും സംഭവിച്ചെന്ന് പുറം ലോകം അറിഞ്ഞാൽ ഇപ്പം ഇനി അറിയാത്തവരാരും ഇല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ആ വള്ളി വരുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആ പുള്ളിക്കാരനെ വരത്തുള്ളൂ. ആ പുള്ളിക്കാരനെ വരത്തുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ പറയാതിരിക്കുക. എന്തായാലും അവൻ ആ ഒരു കേസ് കിട്ടി രക്ഷപ്പെട്ട് സന്തോഷം. എൻ്റെ മാറ്റർ എല്ലാവരും വന്നിട്ട് പറയുന്നുണ്ട്, ഡാനിക്ക് അവിടെ ആക്സിഡൻ്റ് ഇല്ല, ബൈക്ക് കേസ്, അച്ഛനെ കണ്ടൊരു ബൈക്ക് കേസ് ഉണ്ട് പറഞ്ഞില്ല എൻ്റെ പോലീസ് സ്റ്റേഷനിലെ. അതൊന്നും എൻ്റെ മാറ്ററല്ല. അതൊക്കെ നമ്മൾ പണ്ടേ നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞു പോയ കേസ് കേട്ടാണ്. ഇവൻ വണ്ടി എടുത്തുകൊണ്ട് പോയത്, പിന്നെ ഓരോ സ്ഥലത്ത് അല്ലാതെ മറ്റ് പരിപാടി നടത്തുന്നത്. അത് ഇവൻ അടിച്ച് വലിക്കുന്നതൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മൾ അതൊന്നും അല്ല നമ്മുടെ മെയിൻ വിഷയം. വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ആ ഒരു കാര്യമായിരുന്നു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നെറ്റും വന്നിട്ട് മെഴുകും ഡാനി പേടിച്ച് പോയോ എന്നുള്ള രീതിയിലൊക്കെ. എടാ സമയമുണ്ട്, സമയമാകുമ്പോൾ ഇതെല്ലാം വന്നോളും. നമ്മളായിട്ട് ആരുടെ പ്രശ്നം ഉണ്ടാക്കാനോ കുതുകാരി വെട്ടാനോ ഒന്നും പോകുന്നില്ല. പിന്നെ ആ കിച്ചു എന്ന് പറഞ്ഞ പയ്യനോട് ഒന്നേ പറയാനുള്ളൂ, മോനെ നിന്റെ ചുറ്റിലും നിൽക്കുന്നവർ നിന്നെ വെച്ച് മുതലാക്കുമെന്ന് നീ ഒരു നാൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് നിനക്ക് എല്ലാം നഷ്ടപ്പെടും. അത് നീ മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ അത് നിന്നെ ഉപദേശിക്കുന്നുമില്ല, കാരണം നമ്മളെക്കാളും കാഞ്ഞ ബുദ്ധിയല്ല എനിക്ക്. ഓക്കെ, എന്തായാലും പിന്നെ അതുപോലെ തന്നെ അൻഷാദ് പറഞ്ഞ കാര്യങ്ങൾ, ഈ പറയുന്നവർ തൂങ്ങാൻ നോക്കിയതൊക്കെ വെറുതെ ആണെന്ന് പറഞ്ഞൊരു കേസ് കേട്ട് അതിപ്പം ഇല്ല എന്നുള്ള രീതിയിലാണ്. അവൻ ചുമ്മാ അടിച്ചിറക്കിയ കഥയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് രേണുവും സേഫാണ്. രേണുവും ഓക്കെ, ഒരു സേഫ് എന്ന് പറയാൻ പുള്ളിക്ക് അത്ര പ്രശ്നം വരത്തില്ല. ബാക്കി 2-3 ആൾക്കാർക്ക് വള്ളി കിട്ടിപ്പോയനെ ഒന്ന് വെച്ചാൽ അത് സേഫ് ആയി പോയെന്ന് വേണമെങ്കിൽ പറയാം. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇന്ന് നമ്മുടെ ശ്രീതു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച്. അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ 4th സ്റ്റേജ് കാറ്റഗറി C. അപ്പോൾ ഞാൻ പറയുന്ന പോലല്ല അത് അത്രയ്ക്ക് ഡേഞ്ചർ ഒരു വിഷയമാണ്. അത് നിങ്ങൾക്ക് സന്തോഷിക്കേണ്ട വാർത്തകളൊക്കെ വന്നോളൂ. അത്ര ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും ദൈവം കാത്തോട്ടെ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ദൈവം കാത്തോട്ടെ, എനിക്കങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ കുടുംബത്തിലും ഈ ഒരു രോഗം വന്ന് പോയ ഒരാളുണ്ട്. ഞാൻ അതൊക്കെ കണ്ട് വളർന്നൊരുത്തനാണ്. എനിക്കത് നല്ല രീതിയിൽ അറിയാം. ഞാനോ നീയോ ഈ കാണുന്നവരോ ഈ ലൈക്ക് അടിക്കുന്നവരോ കമൻറ്റ് ഇടുന്നവരോ ഷെയർ ചെയ്യുന്നവരോ നമുക്ക് വരുന്നതിനേക്കാളും വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവരെൻ്റെ ആരുമല്ല. ഈ രേണു എന്ന് പറഞ്ഞവർ എൻ്റെ ആരുമല്ല. ഇപ്പോൾ രേണുവിൻ്റെ കോണ്ടന്റ് എടുക്കത്തില്ലെന്ന് പറഞ്ഞ വ്യക്തികളും ഇപ്പോൾ എടുത്തിട്ട് തകർത്ത് വാരി മെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ചുകൂടെ? ഇപ്പം ഈ പറയുന്നവരൊക്കെ വായടപ്പിക്കേണ്ട സാധനങ്ങളൊക്കെ എൻ്റെ ഉണ്ട് നല്ല രീതിയിലാണ്. പക്ഷേ എൻ്റെ ഇരിക്കുന്ന സംഭവം അല്ല അനീഷിൻ്റെ ഇരിക്കുന്നത്, അത് വേറെ എന്തോ ഒരു കഥ. മൊത്തത്തിൽ കോമഡി ആട്ടോ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, കൂടുതലും സംസാരിക്കുന്നില്ല. എൻ്റെ കമൻറ്റ് വരുന്നതിനാണ് ഞാൻ മറുപടി തരുന്നത്. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാത്തത്. എൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ ഒഴിഞ്ഞു പോയാലും വന്ന് കമൻറ്റ് ഇടുന്നവർ. ഓക്കെ, പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നവർക്ക് വേണമെങ്കിൽ ആരൊക്കെയാണെങ്കിലും എന്തായാലും ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ഞാൻ അതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ ഞാൻ സ്പോട്ടിൽ തന്നെ തരുകയും ചെയ്യാം. എന്തായാലും ആരൊക്കെയാണ് ഈ കോണ്ടന്റ് ചെയ്യുന്നത്, ഞാൻ പോലും എനിക്ക് പരിചയമില്ലാത്ത കുറേ ടീംസുകളുണ്ട്. ആരൊക്കെയാണ്, ഏതൊക്കെ ആൾക്കാരാണ്, എങ്ങനത്തെ ആൾക്കാരാണെന്ന് എല്ലാം എനിക്ക് നല്ല രീതിയിൽ അറിയാം. ഇനി നമുക്ക് ഇവർ പറയുന്നൊന്ന് കേൾക്കാം. നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നു. കുറച്ച് കാര്യങ്ങളൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി, എന്നെ സ്നേഹിക്കുന്നവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഇപ്പൊ ഇച്ചിരി സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ ആണ്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ വീക്കൊക്കെ വെച്ച് ഒരു പൊട്ടൊക്കെ തൊട്ട് കമ്മലൊക്കെ ഇട്ട്, കാരണം നമ്മളിങ്ങനെയാണല്ലോ ജീവിതത്തിൽ നടന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മുടിയൊക്കെ പോയി നമ്മൾ പൊട്ടൊന്നും തൊടാൻ കണ്ടെന്ന് എഴുതാതിരിക്കാൻ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമാവും. അപ്പം നമ്മളെങ്ങനെയാണ്, ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ക്യാൻസർ രോഗിയാണെങ്കിൽ അവരെ എത്രത്തോളം നമ്മൾ സന്തോഷിപ്പിക്കണം, അത്രത്തോളം നമ്മൾ സന്തോഷിപ്പിക്കണമെന്നാണ് ഞാൻ കേട്ടത്. എന്നെ പോലെ ക്യാൻസർ രോഗികളായിട്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ നമ്മുടെ മനസ്സുകൊണ്ട് ഒരുപാട്, അവർക്ക് എന്താണോ സന്തോഷം തോന്നുന്നത്, അല്ല ഒരു പാട്ട് കേൾക്കാനാണെങ്കിലും ഇപ്പൊ ഒന്ന് പൊട്ട് തൊടാനാണല്ലോ, അവർക്ക് സന്തോഷിക്കാനാണല്ലോ അവരെ സന്തോഷിപ്പിക്കുക. അതാണ് അവർക്ക് രോഗത്തിന്റെ പകുതി ആശ്വാസം കിട്ടുന്നത്. അതാണ്. പിന്നെ എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്,
ഒത്തിരി നല്ല ആളുകൾ എന്നെ കാണാനും വന്നു. ഇൻഫെക്ഷന്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, കീമോ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ICU പോകുന്നതിന് തലേന്നൊരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ അതിനും കുറ്റം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം എന്ത് വീഡിയോ ഇട്ടാലും അല്ല അവൾ ക്യാൻസർ രോഗിയല്ലേ, അവളൊന്നും സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്, അവിടെ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ് നമ്മൾ, എപ്പം വേണം നമുക്ക് എന്ത് വേണം സംഭവിക്കാം. പക്ഷെ ഉള്ള കാലത്ത് നമ്മൾ ആരും ചോദിക്കാതെ സന്തോഷത്തോടുകൂടെ ജീവിക്കുക. ഒരുപാട് ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം എനിക്ക് ക്യാൻസർ രോഗത്തിൽ എഴുന്നേറ്റ് വന്ന ഏത് ഷൂട്ടിനാണ്, ഏത് പ്രോഗ്രാമിനാണ്, ഈ വേദി കിട്ടിയാൽ ഞാൻ അവിടെ പറയും എന്റെ ദൈവം അല്ലെ കർത്താവ് എന്നെ രക്ഷിച്ചെടുത്തു എന്ന്. പിന്നെ പുറത്തോട്ട് വല്ലോ എനിക്ക് മിഷണറിയായിട്ട് പോകാൻ വല്ലോ അവസരം ഉണ്ടായി ഞാൻ ചെന്ന് പറയും, എനിക്കിപ്പോൾ പ്രോഗ്രാമാണ്, ഞാൻ എവിടെ പോയാലും ദൈവം എന്നെ വിളിച്ചെന്ന് പറഞ്ഞിട്ടേ ഞാൻ തുടങ്ങത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നത് വെച്ചാൽ, ഞാനൊരു നീക്കം പറഞ്ഞു, അത് ആരുടെയാണോ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ നീക്കം എന്നെ വളരെയധികം ദുഃഖത്തിലായിട്ട്. കാരണം എനിക്ക് 10ാം തീയതി കീമോയാണ്. മനസ്സ് എത്രത്തോളം സന്തോഷിക്കാവോ അത്രത്തോളം സന്തോഷിക്കാൻ. എനിക്കിനി എന്താണ് സന്തോഷിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ ഒരു ക്യാൻസർ അല്ല എനിക്ക്. ക്യാൻസർ ആണെങ്കിൽ പോലും അതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എനിക്ക്. അത് എനിക്കും അറിയാം, എന്റെ വീട്ടുകാർക്ക് പറയാം. നിങ്ങൾ ഈ പറയുന്നത് കളത്തിൽ എന്തിനാണ് ഞാൻ ഈ കളത്തിൽ ഈ തിക്ലൈൻ ഏതായാലും വിവരമുള്ളവർക്ക് ഹാർട്ടിൽ കിടക്കുന്ന സാധനമാണ് ഇതിനകത്ത് കൂടെ. അതിന്റെ കത്തീറ്റർ ഹാർട്ടിൽ കിടക്കുന്നതാണ്. സോ ഇത് വെറുതെ എന്തായാലും ഒരു ഡോക്ടേഴ്സും കുത്തിയിടത്തില്ല. സോ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ കള്ളം ചെയ്യത്തില്ല, കള്ളം പറയത്തില്ല. ഒരു അസുഖത്തെ വെച്ചാൽ ഇത്രയും വലിയൊരു മാനവാവസ്ഥയെ വെച്ച് നമ്മൾ കള്ളം പറയില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായത്, എന്റെ കുഞ്ഞ് ഋതപ്പൻ ഇനി എന്നിൽ നിന്ന് അവനെ അവകാശം തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞു. അവന്റെ അമ്മ ഞാനാണ്, എനിക്കിനി ആകെയുള്ളത് അവനാണ്. എനിക്ക് മാനസികമായിട്ട് വളരെ വിഷമാണ് അവനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത്. അറിഞ്ഞു വേറൊന്നുമല്ല, ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ കരയില്ല, കാരണം എന്നെ പോലെ ക്യാൻസർ പേഷ്യൻസ് കുറെ പേരുണ്ട്. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമാകും. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട്, അവർക്ക് വിഷമാകും. അപ്പം എന്റെ കുഞ്ഞ് ഇപ്പൊ എനിക്കെന്തെങ്കിലും, അതായത് ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര് ഞാൻ ഇന്നതാണ് എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകും. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. എനിക്ക് ആകെയുള്ള എന്റെ കുഞ്ഞാണ്. അവനെയും കൂടെ എന്നിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇല്ല. എന്ത് പറഞ്ഞ അകറ്റാനാ ഞാനതാ ചോദിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞ രേണുവാണല്ലോ അവനെ നൊന്ത് പ്രസവിച്ചത് ആണല്ലോ. എന്തു പറഞ്ഞ് നേറ്റാനാ, എന്ത് പറഞ്ഞ് അകറ്റാനാ, അതാ ഞാനും ആലോചിച്ചു പോകുന്നത്. അതിന് ആരാണ് ഇതിനു വേണ്ടി ശ്രമിക്കുന്നത്? ഒരു കാര്യം, അങ്ങൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഏത് കോടതി പോകാനാണെങ്കിലും ഏത് നിയമത്തിൻ്റെ തേടാനാണെങ്കിലും അതിന് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണെങ്കിൽ ആരെയൊക്കെ കാണണമെങ്കിൽ എനിക്ക് ആരെയും കാണാനായി ഈ ലെറ്ററിൻ്റെ ആവശ്യമൊന്നും വേണ്ട. അത് എൻ്റെ കൂട്ടുകാർക്ക്, പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതി അറിയാം. എനിക്ക് ലെറ്ററിൻ്റെ ആവശ്യമില്ല. എനിക്ക് കയറി ചെന്നാൽ മാത്രം മതി, ഒരു വെള്ളയും മുണ്ട് കൊടുത്ത് മാത്രം ഒന്ന് പോയാൽ മാത്രം മതി, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊന്ന് പറഞ്ഞാൽ മാത്രം മതി. എനിക്ക് എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം. അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എവിടെ വേണമെങ്കിലും ചെല്ലാം. അതിന് ഏത് കൊമ്പത്ത മാമന്മാരും താത്തമാരും വിചാരിച്ചാലും നടക്കൂല ആ ഒരു കേസ് കേട്ടില്ല. പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് ഇവർ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ എനിക്ക് വെച്ചേരാം, ഞാൻ എൻ്റെ അഭിപ്രായം കൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാം പറയണമല്ലോ നമുക്ക്. എത്രത്തോളം വിഷമിച്ചാണ് വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ തൊട്ട് ഇതൊക്കെ വെച്ചോണ്ട് നിങ്ങൾക്ക് അത് അതിന്റെ ഫീലിങ്സ് മനസ്സിലാക്കില്ല. എനിക്ക് എംപതി അല്ലെങ്കിൽ സിമ്പതി അതിനല്ല ഞാൻ ഈ വീഡിയോ എടുത്തതും ഒരിക്കലും. പക്ഷെ സ്നേഹമുള്ളവർ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എന്റെ കുഞ്ഞിനെ എനിക്കിനിയിപ്പം ഈ ക്യാൻസറിന്റെ വിഷയം ഇനിയിപ്പം മുന്നോട്ട് 5 കീമോ ഉണ്ട്, അതിലുപരി 2 lakhs മെഡിസിൻ, ഓരോ കീമോയ്ക്കും 2 lakhs മെഡിസിൻ വെച്ച് എനിക്ക് എടുക്കുന്നുണ്ട് ശരീരത്തിൽ. സോ എങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്നാണ് ആ ഒരു ഇത്. മെഡിസിന്റെ കാര്യമൊക്കെ എന്നോടൊരു വ്യക്തി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ പറയുന്ന തൊട്ട് ട്രിവാൻഡ്രത്ത് നിന്നാണ് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. പൈസ ഇവർ തന്നെ ചിലവാക്കി തന്നെ 2 ലക്ഷം രൂപ, 2 അല്ല എന്നോട് 1 അയാൾ പറഞ്ഞത്, 2 അല്ല പറഞ്ഞത്, 1ന്റെ കണക്കാണ് എന്നോട് പറഞ്ഞത്. അത്രയും രൂപയാവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് എല്ലാം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ കിട്ടുകയൊക്കെ ചെയ്യും. ഇവർക്ക് അതല്ല, വേറെ എങ്ങാണ്ട് ഡോസ് കൂടിയ മരുന്നാണ്, അതങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്നാണ് മേടിക്കുന്നതെന്ന് പറഞ്ഞുള്ള കറക്റ്റാണ്. ബാക്കി പറ. ഡോക്ടേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും എനിക്ക് ധൈര്യം തരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ അറിഞ്ഞാണ് എന്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥയിലാണ്. സോ എനിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. ദൈവം എനിക്കൊന്നും വരുത്താതിരിക്കട്ടെ എന്റെ ഡോക്ടറെ. അപ്പം അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ ഒന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ PG, അതായത് ഋതുൽദാസിനെ തങ്കച്ചൻ PG അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ, അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുനെയോ, അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കരുത്. എനിക്ക് ആരെയും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ
ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കുന്നത് ഉത്തരവാദിത്വം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്. അതിപ്പോൾ പബ്ലിക്കിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? അവന്റെ സ്വന്തം ചേട്ടനായി പറയുന്ന കിച്ചു എന്ന് പറഞ്ഞ വ്യക്തി, അവന് കിച്ചുവിനെ കാണണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നിങ്ങളുടെ ഫാമിലിയുള്ള രമ്യ ചേച്ചി ആണെങ്കിലും അപ്പനാണെങ്കിലും അപ്പൂപ്പനാണെങ്കിലും അവൻ്റെ കൊടുക്കും. കൊടുക്കുമെന്ന് വെച്ചാൽ കൊണ്ട് താമസിപ്പിക്കുന്നതല്ല. അവനെ കാണാൻ വന്നാൽ അവനെ കാണും. അവൻ എടുക്കാൻ തോന്നിയാൽ അവൻ എടുക്കും. കൊണ്ട് കറങ്ങാൻ പോയാൽ കറങ്ങാൻ പോകും. എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തൊന്നുമില്ല കേട്ടോ. അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. അവൻ എടുക്കുമെന്നെങ്കിൽ എടുക്കുക, കൊണ്ടുപോകും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, 18 വയസ്സ് വരെ അവനെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പം ഇത് വള്ളിയാവുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന രേണുവിൻ്റെ ഫാമിലിയുടെ കയ്യിലേ പോകത്തുള്ളൂ. പക്ഷേ അവനെ കാണാനുള്ള അവകാശം ഒന്നും തള്ളിക്കളയാനൊന്നും പറ്റത്തൊന്നുമില്ല. അതിനൊക്കെ വകുപ്പ് വേറെ ഉണ്ട്. അത് സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കുക. അവർ 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. അതിനുള്ള മുന്നോട്ട് എന്തായാലും മുന്നോട്ട് തന്നെ ഞാൻ പോകും. എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കിയാൽ ഞാനത് ചെയ്യും. ഈ 4 പേര് എന്നെ പൊന്നുപോലെ നോക്കുന്നില്ല അവര്. അപ്പൊ എന്റെ കുഞ്ഞിനെ അവർ നോക്കും. എന്റെ കണ്ണുമുന്നിൽ തന്നെ എന്റെ കുഞ്ഞിനെ കാണണം എപ്പോഴും. സംഭവം എന്ന് പറഞ്ഞാൽ ഇവനെയും കൂടെ കയ്യിലെടുത്ത് കൊച്ചിനെയും കൂടെ ഉള്ള അവകാശം തട്ടിയെടുക്കാൻ വേണ്ടിയാണോ ഈ രേണുവിന് പറഞ്ഞു വരുന്ന നോക്കുമ്പോൾ എനിക്കൊന്നും അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ അയാളുടെ ഭാര്യയാണെങ്കിൽ ലീഗലായിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടും, അവന് കിട്ടേണ്ടത് അവന് കിട്ടും. അതങ്ങനെയാണ് സത്യത്തിലാണ്. അതങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഏത് കൊമ്പത്തെ താത്തന്മാർ വന്ന് കളിച്ചെന്ന് പറഞ്ഞാലും നിയമമുണ്ട്. അതിപ്പോൾ ഇവർ പോകുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മളൊക്കെ പോവുകയാണെങ്കിൽ. അതിന് ഏത് വകുപ്പാണ്, എങ്ങനത്തെ വകുപ്പാണ്, ഏത് വക്കീലന്മാരാണ് വേണ്ടത്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കുകയൊന്നും വേണ്ട. പിന്നെ ചേട്ടന് അനിയനെ കാണാനുള്ള അവകാശമുണ്ട്, അനിയന് ചേട്ടനെ കാണാനുള്ള അവകാശമുണ്ട്. അതിനൊക്കെ വന്നിട്ട് ഇങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റ് ഈ സ്വത്ത് കാര്യങ്ങൾ പിന്നെ സുധി മരിച്ചതിൻ്റെ എങ്ങാണ്ട് പൈസ കിട്ടാനുണ്ട്, ആ കാര്യമൊക്കെ എല്ലാം കൂടെ ഒറ്റയടിക്ക് തട്ടിയെടുക്കാനോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ശ്രമം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ല. ഭാര്യ ലീഗലായിട്ടാണ് നിങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അതും കൂടെ ഞാനൊരു കാര്യം പറയാം, അതും കൂടെ തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. രേണു എന്തോ ആയിക്കോട്ടെ, അത് കർമ്മയെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിന് കൂട്ട് നിൽക്കുന്ന ആരാണെങ്കിലും ശരി, ആരാണെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഞാനൊരു കാര്യം പറയാം, കഴിക്കുന്ന ചോറ് ഇറങ്ങത്തില്ല. ഞാൻ അത്രേ പറയത്തുള്ളൂ. ഇപ്പം ഇവർക്ക് 4th സ്റ്റേജ്. ഞാൻ ഇപ്പോഴും എടുത്ത് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകത്തില്ല. ഇവർക്കും അതറിയത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ ഈ സാധനം ഇട്ട് ഇങ്ങനെ തട്ടി കളിക്കത്തില്ല. അപ്പം അതിനുള്ള ഒരു ഇതേ ഉള്ളു. ഇത് അറിയിക്കാൻ വേണ്ടി നീക്കം ഞാൻ അറിഞ്ഞു. അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പബ്ലിക്കിന് മുന്നിൽ വന്നത്. അതാരാണെന്നോ ആരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്താണെന്നൊന്നും ഞാൻ പറയുന്നത്. പക്ഷെ അത് അറിയാവുന്നവർക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ അറിഞ്ഞ വിഷയമാണ് എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കിയത്. പിന്നെ എന്നെപ്പറ്റി കഴിഞ്ഞ ദിവസം നമ്മുടെ നോബൽ ഫിലിപ്പ് അമ്പലവല്ലി ബിഷപ്പ്, അദ്ദേഹം ഒരു പ്രീസ്റ്റാണ്. എന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. സോ അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റാണ്. അദ്ദേഹം എന്തുമാകട്ടെ, എന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നടന്ന് ഓരോ വ്ളോഗേഴ്സിനെ അങ്ങോട്ട് വിളിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. 4 മാസം മുമ്പേ ഞാൻ അങ്ങേരെ കുറിച്ച് പറഞ്ഞതാണ്, അച്ഛാ എടുത്ത് ചാടരുത്, നിങ്ങൾ ഈ കാണിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്, നിങ്ങൾ ഈ വോയിസ് കൊടുക്കുന്നതും നിങ്ങളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന് 100 വട്ടം ഞാൻ പറഞ്ഞതാണ്. 100 വട്ടം. അതാണ്ട് ഇപ്പൊ വേണ്ട അവിടെ ഇരിക്കുക അവിടെ. ഇപ്പൊ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. അന്ന് പറയുമ്പോഴേ ഒന്നല്ലെങ്കിൽ കൊച്ചിറക്കാനൊന്നും ഞാൻ പറയുന്നതെങ്കിലും ഒന്ന് കേൾക്കണമായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾ ഇട്ടുകൊടുത്ത വോയിസിനെ കുറിച്ച്, നിങ്ങൾ ഇട്ടുകൊടുത്ത ചാറ്റിനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത്. പക്ഷെ അച്ഛനും വേണമെങ്കിൽ തിരിച്ചടിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ അച്ഛൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അച്ഛൻ അടിക്കുന്നില്ല. അച്ഛൻ്റെ നല്ല സാധനങ്ങളുണ്ട്, പലവരെ നാറ്റിക്കാൻ പറ്റിയ സാധനങ്ങളും അച്ഛൻ്റെ ഉണ്ട്. പക്ഷെ അച്ഛനൊന്നും മിണ്ടുന്നില്ല, കാരണം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. അച്ഛാ ഞാനിവിടെ ഇരുന്നാണെങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അച്ഛാ ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ, ഞാൻ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, നിങ്ങൾക്ക് ലോഹി ഇട്ടുപോയി. ആ ഒറ്റ ഒരു കാര്യം കൊണ്ടാണ് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയത്. എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ നല്ല വിഷമമുണ്ട്. കാരണം ഞാനൊരു 4 മാസം മുമ്പ് പറഞ്ഞപ്പോൾ എന്നെ പറയാത്ത ഒരു മനുഷ്യരും ഇല്ല. ഞാൻ എന്തിനാണ് അച്ഛനെ പറഞ്ഞത് മോശമായി പോയി, അച്ഛനെ പിന്നെ ദുബായിന്നോ അവിടുന്നോ ആരാണ്ടൊക്കെ ബന്ധുക്കൾ വിളിച്ചെന്നോ എന്തൊക്കെ കഥകളാണ്. ഞാൻ 2ാമതും വീഡിയോ ഇട്ടപ്പോൾ ചില യൂട്യൂബേഴ്സിനെ കൊണ്ട് തന്നെ വിളിപ്പിച്ച് അവരെന്നോട് റിക്വസ്റ്റ് ചെയ്ത്, ഞാൻ തമ്പൊന്ന് മാറ്റി പ്ലീസ്, കുറച്ച് കട്ട് ചെയ്ത് കളാ, ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ചെയ്യും. ഇപ്പം എല്ലാ അച്ഛനെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്, നല്ല രീതിയിൽ. അനുഭവിക്കുന്ന പറഞ്ഞാൽ അനുഭവിക്കും, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ആ കാര്യത്തിൽ എൻ്റെ പൊന്നു രേണു, നിങ്ങൾ വന്നിട്ട് പറഞ്ഞാലും പറയേണ്ട കാര്യം പറയും. നമ്മൾ ഒട്ടും മോശമല്ലായിരുന്നു, നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഞാൻ പറഞ്ഞല്ലോ 3 കാര്യത്തിന് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വർണ്ണക്കടത്ത്, പെണ്ണുങ്ങളെ കയറ്റി വിട്ടതും, പിന്നെ ഈ പറയുന്ന ക്യാൻസറും വന്ന്, പിന്നെ ഇവർക്കൊരു സംഭവങ്ങളുണ്ട്. ആ ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ സപ്പോർട്ട്. ബാക്കി എന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ അതും ഞാൻ പറയും, അത് വേറെ കാര്യങ്ങൾ. ഓക്കെ, അന്ന് കാണിച്ചത് വിഷപ്പാമ്പ്, മറ്റേ പാമ്പ്, മറിച്ച പാമ്പിന്റെ നോബിൾ, അവന്റെ മറ്റേ, അതൊക്കെ നമുക്ക് നല്ല രീതി അറിയാം. ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ പറയുന്നില്ല, പറയുമ്പോൾ നമ്മളെല്ലാം കൂടെ പറയണമല്ലോ. സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടുള്ളതല്ലാതെ കുറച്ച് ബ്ലോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ ഞങ്ങൾ 2 നിമിഷം വരെ നേർക്ക് നേരെ
ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേർക്ക് നേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. എല്ലാം വന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി ദൈവമേ ആ കൊച്ചിന്റെ അസുഖം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ദൈവ പുരുഷനാണ്. ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നത് പ്രാർത്ഥിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിച്ചു, ഇനിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഇന്നും വന്ന് പ്രാർത്ഥിച്ചു. എനിക്കതെന്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ കുറ്റം പറയരുത്. അദ്ദേഹം ഒരു വീട് കൊടുത്തന്നല്ലാതെ അദ്ദേഹം വേറൊരു തെറ്റും ചെയ്തില്ല. അതിന് വേണ്ടിയിട്ട് ഒരുപാട് അദ്ദേഹം കേട്ടു. അത് ചേച്ചിയുടെ ഭാഗത്തും തെറ്റുണ്ട്, ഓരോന്ന് ചോരുന്നുണ്ട്, അത് ചോരുന്നുണ്ട്, ഇത് ചോരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചിയുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. ഓക്കെ, ഞാൻ ഇനി പഴയലോട്ടൊന്നും പോകുന്നില്ല. പറ. കൊല്ലം സുധീർ 2 മക്കൾക്ക് വീട് കൊടുത്ത ആ ഒരു കുറ്റമല്ലാതെ കുറ്റം തന്നെ പറഞ്ഞു. കാരണം അതുപോലെയായിരുന്നു പ്രശ്നങ്ങൾ മുഴുവൻ. അതോടുകൂടി അദ്ദേഹത്തിന്റെ മനസ്സമാധാനം പോയെന്നാണ് എനിക്ക് ഒരു വിശ്വാസം. സത്യമാണ്. അതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം എല്ലാ വിഷമങ്ങളും മാറി എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞത് അദ്ദേഹം ഈ സുധീരേക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വലിയൊരു ദൈവപുരുഷനാണ് അദ്ദേഹത്തെ. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. വെറുതെ അദ്ദേഹത്തെ ആവശ്യമില്ലാതെ ആരും കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ സത്യം അറിയാതെയാണ് അദ്ദേഹം കുറ്റപ്പെടുന്നത്. പിന്നെ വേറെ ഒന്നും എനിക്ക് പറയാം. ഞാൻ ആരെയും എന്താ പറയുക, എനിക്ക് കാണുമെന്നോ ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടോ ഒന്നുമല്ല ആരും വരുന്നത്. എന്നെ സ്നേഹിക്കുന്നവരും ഞാൻ സ്നേഹിക്കുന്നവരും മാത്രമാണ് എന്നെ കാണാൻ വരുന്നത്. എനിക്കത് സന്തോഷമുള്ള, ഞാൻ ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി ആരെയും വിളിച്ച് നിർബന്ധിക്കൊന്നുമില്ല. എനിക്ക് എന്റെ മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാവരും എനിക്ക് കാണാൻ വളരെ സന്തോഷമാണ്. എന്നെ കാണാൻ വരുന്നത് പറഞ്ഞാൽ എനിക്ക് വളരെ എന്റെ മനസ്സിന് വളരെ ഒരു സന്തോഷമാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദൈവജനങ്ങളുണ്ട്, ദൈവ മക്കളുണ്ട്, എനിക്ക് വേണ്ടി ഒരുപാട് കഴിക്കുന്നവരുണ്ട്, എനിക്ക് വേണ്ടി നേർച്ച കഴിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഞാൻ ഏത് രീതിയിലാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ടും അറിയില്ല. ഞാൻ എങ്ങനെ അവരോടൊക്കെ ഇങ്ങനെ. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലോ. പഴയ നോബിൾ ഫിലിപ്പിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. അന്ന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി എന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. അത് പറയുമ്പം പിന്നെ നെഗറ്റീവ് പറയേണ്ടിയൊക്കെ വരും. അത് വേറെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറിയല്ലോ, നല്ല കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഒരു കാര്യം, കിച്ചുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവന് ചേട്ടനെ കാണുവാണെങ്കിൽ അവൻ കാണട്ടെ, ഋതപ്പിനെ കാണുവാണെങ്കിൽ കാണുക. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വല്ല കോടതിയിലും ഒക്കെ പോവുകയാണെങ്കിൽ അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ആ രീതിയിൽ അങ്ങ് പോവുകയൊക്കെ ചെയ്യും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുഞ്ഞിനെ അകറ്റാൻ നോക്കുന്നതും സ്വത്ത് തട്ടിയെടുക്കാനും ഇതിൻ്റെ ഇടയിലൊക്കെ ആരെങ്കിലും ശ്രമിക്കുമെന്നുണ്ടെങ്കിലും അത് നടക്കുന്ന കേസ് കേട്ടല്ല. ഉറപ്പാണ്, ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതിനിപ്പം അവരെ വിളിക്കണം, മന്ത്രിയെ വിളിക്കണം, ഇന്ദ്രയെ വിളിക്കണം, അല്ലെങ്കിൽ വക്കീൽ ഒന്നും വേണ്ട. അത് ആ ഒരു കൈവിട്ട് പോകുന്ന കേസ് കെട്ടാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇറങ്ങും. ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിയിരിക്കും. എന്നെ കൊണ്ട് പോകാൻ പറ്റുന്നിടത്ത് പോകാൻ പറ്റും, സിമ്പിളായിട്ട് പറ്റും. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് കോൾ ചെയ്താലും മതി. അത് എൻ്റെ ഫ്രണ്ട്സിന് നല്ല രീതിയിൽ അറിയാം. പ്രത്യേകിച്ച് എൻ്റെ കൂടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മിക്ക ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കേസ് കേട്ടാണ്. അതൊരു അഹങ്കാരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കൂട്ടിക്കോ. അപ്പോൾ ശരി, ബൈ, ലവ് യു ഓൾ ഗൈസ്, ബൈ ബൈ. ഞാനേ അകത്തോട്ട് കയറട്ടെ, അല്ലെങ്കിൽ എന്നെ ഇനി ഏറെ കയറ്റും.